ഹാർവസ്റ്റ് TV ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അനു പി മാത്യു സാറാണ്. അനു പി മാത്യു സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യും. താങ്ക് യു സാറേ. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ്, സാറിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം. സാർ എത്ര വർഷമായി കുവൈറ്റിലെത്തിയിട്ട്? ഞാൻ 16 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. സാറ് പ്രവാസ ജീവിതം കുവൈറ്റിലാണോ തുടങ്ങിയത്, അതോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടാണോ? ഞാൻ കേരളത്തിൽ നിന്ന് പുറത്ത് ആദ്യം ഡൽഹിയിലോട്ടാണ് പോയത്, പിന്നെ അവിടെ നിന്ന് കുവൈറ്റിലോട്ട്. ഇന്ത്യ വിട്ടു പോകുന്ന ആദ്യം കുവൈറ്റിലോട്ട്. ജോലി സംബന്ധമായിട്ട് വരികയായിരുന്നു അതോ വന്നു കഴിഞ്ഞിട്ട് ജോലി കണ്ടുപിടിക്കുകയായിരുന്നു? ജോലി സംബന്ധമായിട്ട് വരുമായിരുന്നു. ഏത് കമ്പനിയിലാണ്? ഞാൻ ആദ്യം വന്നത് അമേരിക്കാന കമ്പനിയിലാണ്. ഓ ശരി ശരി ശരി. ഇപ്പോഴും അവിടെ തന്നെയാണ്? അല്ല, ഇപ്പം അൽഷായലാണ് വർക്ക് ചെയ്യുന്നത്. അമേരിക്കാന കമ്പനിയിൽ നിന്നും മാറി അൽഷായലായിട്ട് എത്ര വർഷമായി? ഒരു 7 വർഷത്തോളമായി. 7 വർഷത്തോളമായി അൽഷായമായിട്ട്. സാറ് കുടുംബമായിട്ടാണോ ഇവിടെ? ആണോ, ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെയാണ്. ഭാര്യ അനിത മിനിസ്ട്രി വർക്ക് ചെയ്യുന്നു, പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ മൂത്താൾ അൽവിൻ, ഇളയാൾ കെവിൻ ഇവിടെ പഠിക്കുന്നു. 2 പേരും ഇവിടെ പഠിക്കുന്നു. അൽവിൻ എത്രയിലായി? 12th-ലാണ്. രണ്ടാമത്തെ ആൾ 7th. 2 പേരും ഏത് സ്കൂളിലാണ് സാർ? ഇവിടെ ICSK ആണ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ. സാൽമിയ. കുഞ്ഞുങ്ങൾ LKG ഇവിടെ ജനിച്ചു വളർന്നവരാണോ? ഇളയാൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. മൂത്താൾ 1.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. സാറിൻ്റെ നാട്ടിൽ കുടുംബം എവിടെയാണ്? നാട്ടിൽ ഞങ്ങൾ റാന്നി വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. റാന്നി വയലത്തല. സാർ ഇവിടെ ഏത് സഭയിലാണ്, ഏത് ചർച്ചിലാണ് കൂടെ നടക്കുന്നത്? ഞങ്ങൾ AG ചർച്ചിലാണ്, അസംബ്ലീസ് ഓഫ് ഗോഡ് കുവൈറ്റ്. അതിൻ്റെ കുവൈറ്റ് ചാപ്റ്ററിലാണ്. വർഷിപ്പൊക്കെ എവിടെയാണ് സാർ? NECK-ലാണ്. ഏതൊക്കെ ദിവസമാണ്? ഫ്രൈഡേ മാത്രമേ. എല്ലാ ഫ്രൈഡേ ഇവിടെയുണ്ട്. 10 മണി തൊട്ട് 12 മണി വരെയുള്ള NECK-ലാണ് അനുഗ്രഹകരമായ സർവീസ് നടന്നു പോകുന്നു. സാറ് ഇവിടുത്തെ ഗായക സംഘത്തിലും അല്ലെങ്കിൽ വർഷിപ്പ് ടീമിലൊക്കെ ഉണ്ട്. നേതൃത്വം ചർച്ചിൻ്റെ കൊയറിലൊക്കെ അംഗമാണ്. ശരി ശരി ശരി. KTMCC കൊയറിൽ അംഗമാണ്. KTMCCയുടെ കൊയറിലും ഉണ്ടല്ലേ? കുടുംബമായിട്ട് കുടുംബമായിട്ടുണ്ട്. നിങ്ങൾ എന്തോ കൊയറിൽ ഞങ്ങൾ 2 പേരും ഉണ്ട്. 2 പേരും ഉണ്ട്. കുഞ്ഞുങ്ങൾ ആ ഭാഗത്തേക്ക് അൽവിനും കെവിനും 2 പേരും കീബോർഡ് പഠിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ വായ്പാട്ടിൽ പഠന കാര്യത്തിൽ ഒരു അൽവിൻ പാടും, ചർച്ചിലൊക്കെ പാടാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് സാറിൻ്റെ ഒരു പാട്ട് കേൾക്കാം. ആദ്യമായിട്ട് ഏത് പാട്ടാണ് സാർ പാടാൻ പോകുന്നത്? ആദ്യം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപ എന്നുള്ള പാട്ട്. ഒരു നല്ല പാട്ട്. ഞങ്ങളുടെ പള്ളിയിൽ കുർബാന സമയത്തൊക്കെ പാടാറുള്ള ഒരു നല്ല പാട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന എന്ന ഒരു നല്ല പാട്ട് നമുക്ക് കേട്ടിട്ട് മടങ്ങി വരാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന
ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രവുമാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിരുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ. മായാലോകേ പ്രശംസിച്ചിടുവാ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിരുന്ന ദൈവ സ്നേഹത്തിൻ വൻ കൃപയേ. ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ, സ്നേഹസാഗരമാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. പ്രവാസി സംഗീതം. അൻസറെ അതിമനോഹരമായിട്ട് പാടി, വളരെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു പാട്ട്. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകി, അതിനകത്തൊരു നല്ല ശാൻസുണ്ട്. മായാലോകെ പ്രശംസിച്ചിടുവാൻ ഒന്നുമില്ല. ക്രൂശിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശംസിക്കാൻ, അല്ലേ? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ അനുഭവവും സാക്ഷ്യമൊക്കെ അങ്ങനെ. നമ്മുടെ പ്രശംസ ക്രൂശിൽ മാത്രമാണ്. ഈ പാട്ട് എഴുതിയത് ആരാണെന്ന്? ഇത് എഴുതിയ ജേക്കബ് വർഗീസ് എന്ന്. ആ, സന്തോഷം. ഈ സാറ് ഈ പാട്ടിന് മുമ്പ് എവിടെയെങ്കിലും ഒക്കെ പാടിയിട്ടുണ്ടോ? ഈ പാട്ട് ഞാൻ പലയിടത്തും പാടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച പാട്ടാണ്. പപ്പ ഇത് പാടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പഠിച്ചത്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഈ പാട്ട് പാടുമ്പോൾ പപ്പായ ഓർമ്മയും വരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുടുംബത്തേക്ക് പോവാം. അതെ, നാട്ടിൽ വയലത്തിലല്ലേ? വയലത്തിൽ. കുടുംബത്തിൽ ഇപ്പം ആരൊക്കെയുണ്ട്? ഇപ്പം എൻ്റെ അമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അമ്മയാണ് താമസിക്കുന്നത്. പിന്നെ അനിയനും കുടുംബമുണ്ട്, പെങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എത്ര പേരാ? 3 പേര്. ഞങ്ങൾ 3 പേര്. ബാക്കി 2 പേരും നാട്ടിൽ തന്നെയാണ്? നാട്ടിൽ തന്നെയാണ് അവർ. അവരും ഈ സംഗീതത്തിൻ്റെ ഫീൽഡിൽ?
പെങ്ങളും മക്കളും ഒക്കെ പാടാറുണ്ട്. പാടാറുണ്ട്. കുടുംബമായിട്ട് കിട്ടിയൊരു ടാലൻ്റാണ്. ഇപ്പം പറഞ്ഞ പോലെ അമ്മയുടെ പഠിക്കുന്നുമുണ്ട്. അമ്മയുടെ ഒരു പ്രാർത്ഥന. അതെ 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 അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംഗീത രംഗത്ത് സാറിനുള്ളൊരു അച്ചീവ്മെൻറ്റ്, ഇവിടെ വന്ന് പാടി മറ്റ് പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാറുണ്ട്, മത്സരങ്ങൾ, അങ്ങനെയൊക്കെ സാറിന് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ സംഗീതത്തിൽ? അതെ, പിന്നെ പലപ്പോഴും പല മത്സരങ്ങളിലും പങ്കെടുക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ചർച്ചിൻ്റെ കൊയറിൽ അംഗമാണ്, KTMCC കൊയറിലും പറഞ്ഞതുപോലെ അംഗമാണ്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തെ പാടുവാനും സ്തുതിക്കുവാനും ഇടയാവുന്നുണ്ട്. ഒരു നല്ല കാര്യം തന്നെ. ഈ ജോലി തിരക്ക് ഇതിനെ ബാധിക്കാറുണ്ടോ ഈ സംഗീതത്തിന്? പലപ്പോഴും ചില ഇവിടെ ഫ്രൈഡേ ആണല്ലോ ആരാധന നടക്കുന്നത്. അപ്പം പലപ്പോഴും ചില ഫ്രൈഡേകളിലൊക്കെ പോകാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ട് ജോലി. ഏതായാലും നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ ഇവിടെ വന്നു. അതിനൊക്കെ ദൈവം തന്ന ഇത് ആത്മീയ ജീവിതത്തിൽ സാറിൻ്റെ ഈ സംഗീതം എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പലപ്പോഴും ദൈവം നമ്മളോട് വചനത്തിൽ എന്ന പോലെ തീർച്ചയായിട്ടും പാട്ടിലൂടെയും ദൈവം സംസാരിക്കാറുണ്ട്. നമ്മൾ പല വിഷമ അവസ്ഥകളിലും പാട്ടുകൾ സംസാരിക്കുന്നത് വളരെ ആശ്വാസമാകാറുണ്ട്. അതുപോലെ തന്നെ സാറിനും മറ്റുള്ള ഒരാളോടൊരു സുവിശേഷം പറയാൻ തീർച്ചയായിട്ടും ഈ സംഗീതം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലേ? നമ്മൾ പറഞ്ഞ പോലെ ഒരു ദീർഘപ്രസംഗത്തെ അതുപോലെ തന്നെ ഒരു വാല്യൂ ഉണ്ട്. ഒരാൾക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അല്ലേ, അനുഭവങ്ങളിൽ നിന്നും കിടന്ന് പാടുന്ന പാട്ടുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സാറിൻ്റെ രണ്ടാമത്തെ പാട്ടിലേക്ക് കിടക്കാം. ജനത്തിന് കേൾക്കാൻ, പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള സാറ് രണ്ടാമത്തെ ഏത് പാട്ടായിരിക്കും പാടുന്നത്? കരുണാനിധിയെ കാൽവറി അൻപേ എന്നുള്ള പാട്ടാണ് രണ്ടാമത്തെ പാട്ട്. അല്ലേ, ഞാനും ഒക്കെ കുഞ്ഞിലേ തൊട്ടേ കൂട്ടായ്മയിലൂടെ കേട്ടു വളർന്ന ഒരു നല്ല പാട്ടാണ് കരുണാനിധിയെ കാൽവറി. അതിനകത്ത് നല്ല സ്റ്റാൻസായുണ്ട്. മാറായേലിമിൻ പാറയിൽ വെള്ളം മാറാത്തവനേകും. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കരുണാനിധിയെ കാൽവറി അൻപേ എന്നുള്ള പാട്ട് കേട്ടിട്ട് മടങ്ങി വരാം. പ്രവാസി സംഗീതം. കരുണാനിധിയെ കാൽവറി അൻപേ
ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ, താതാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ചെയ്യുവാൻ, തന്നിൽ വസിപ്പാൻ, ഉന്നതം ചേരാൻ, ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിലാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവറിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവറിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. പ്രവാസി സംഗീതം. സാറേ അതിമനോഹരമായിട്ട് പാടി. സാധാരണ ഞാൻ മർത്തമക്കാരനാണ്. മർത്തമയിലെ കൂട്ടായ്മകളിലൊക്കെ പണ്ട് തൊട്ടേ പാടി കേട്ട് ശീലിച്ച അത് എനിക്ക് സത്യം തന്നെ ഓരോ സ്റ്റാൻസായും അങ്ങനെ അതിനകത്ത് തന്നെയല്ല ഒരു സാധാരണ പാട്ടിലില്ലാത്ത ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടെ ഒരുമിച്ചു. ഇത് ആര് എഴുതിയ പാട്ടാണെന്നറിയാം സാർ? KM ജോൺ. KM ജോൺ വളരെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും എഴുതിയ ഈ പാട്ട് സാർ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? വേറെ ഒത്തിരിയും പാട്ടുകളിൽ നിന്നും ഈ പാട്ടിനൊരു പ്രത്യേകത തോന്നാൻ കാര്യം? ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അതിൻ്റെ ട്യൂണും വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഇത് നല്ല പാട്ട്. നമ്മൾ ഒരു പാട്ട് ഇഷ്ടപ്പെടാൻ ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട് അല്ലേ? ഒന്നുകിൽ അതിൻ്റെ വരികൾ നല്ലതായിരിക്കണം, നല്ല അർത്ഥമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ട്യൂണ്. ചില പാട്ടുകളുടെ വരികൾ നല്ല അർത്ഥമാണെങ്കിലും നമുക്ക് ഒരു വിധത്തിലും പാടി ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഒരു പാട്ട് നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ? എനിക്ക് കുറച്ചുകൂടെ ചെയ്യണം ഈ സംഗീതത്തിൻ്റെ ഫീൽഡിൽ, ദൈവം ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോൾ എനിക്ക് ഈ സംഗീതവുമായിട്ട് കുറച്ചുകൂടെ ഒരു ആൽബം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് മിനിസ്ട്രി, അങ്ങനെ എന്തെങ്കിലും ഒരു അംബീഷൻ സാറിൻ്റെ മനസ്സിലുണ്ടോ? ആൽബം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ മക്കള് രണ്ടുപേരും കീബോർഡൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം കുടുംബമായി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തെ പാടുവാനും സ്തുതിപ്പാനും ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ. കാരണം ഒരു ചെറിയ ആയുസ്സാണ് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത്. ദൈവം എല്ലാവർക്കും താലന്ത് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ന്യായവിധിയുടെ ഒരു ദിവസം താലന്തിൻ്റെ കണക്ക് ദൈവം ചോദിക്കണം. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് 2 തന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പുരാനെ നീ എനിക്ക് തന്ന 2 താലന്തും കൊണ്ട് ഞാൻ മൂടി വെച്ചില്ല. എനിക്ക് കിട്ടിയ അവസരങ്ങളിലൊക്കെ ഇപ്പോൾ സാറിൻ്റെ അനുഭവം വെച്ച് പറയാവുന്ന ഇടവകയോടും KTMCയോടും ഒക്കെ ചേർന്ന് നിന്ന് അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ധൈര്യമായിട്ടും പറയാൻ പറ്റും അല്ലേ? അപ്പം നമ്മളെ തമ്പുരാൻ വിളിക്കുന്നൊരു പേരുണ്ട് അല്ലേ? നല്ലവനും വിശ്വസ്തനായ ദാസൻ. ഒരു പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ, എൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ദൈവം തമ്പുരാൻ ഒരിക്കലും എന്നെ മൂഢ എന്ന് വിളിക്കാനിടയാവില്ല. മൂഢ എന്ന് വിളിച്ചത് താലന്ത് കുഴിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നവനെയാണ് ദൈവം തമ്പുരാൻ മൂഢ എന്ന് വിളിച്ചത്. അപ്പം മനസ്സിൽ ഒറ്റ ഒരാഗ്രഹമുള്ളൂ, ദൈവമേ നീ എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം എന്നെ മൂഢ എന്ന് വിളിക്കാനിടയാവാതെ ഞാൻ നിന്നെ 2 ഏൽപ്പിച്ചു, നീ അതുകൊണ്ട് 2 കൊണ്ട് നേടി, നല്ലവനും വിശ്വസ്തനും എന്നുള്ള ഈ കർത്താവിൻ്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ സാറിനിടയാകട്ടെ. ഇപ്പം തീർച്ചയായിട്ടും നല്ല ജോലി തന്നിട്ടുണ്ട്, വൈഫിന് ജോലി കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ തന്നിട്ടുണ്ടല്ലേ? മക്കളെ യഹോവ നൽകുന്ന അവകാശം. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി തലമുറയായിട്ട് ദൈവം തന്ന ദാനങ്ങളെ പാടി പുകഴ്ത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാറിന് എല്ലാവരും നന്മകൾ നേരുന്നു. ഈ മനസ്സിലുള്ളൊരാഗ്രഹമില്ലേ, തീർച്ചയായിട്ടും അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച കർത്താവിന് ഒരു പൂർണ്ണത. അപ്പോൾ സാറിന് പാട്ട് എഴുതാനുള്ള ഒരു അഭിഷേകമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് അങ്ങനെ സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളും പാടി മീഡിയ ഇത്രയും വളർന്ന സ്ഥാനത്ത് സാറിൻ്റെ ആ പാട്ടിലൂടെ ഒരു സുവിശേഷം സങ്കടത്തിലിരിക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടിയില്ലേ, അതുപോലെ പാടാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാറിന് ഇതല്ലാതെ ഈ പാട്ടല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ടല്ലാതെ
മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചെറുതായി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ചെറുതായി വോളിയം കുറച്ച് വായിക്കുന്നു. അല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രായത്തിൽ ഗിറ്റാറുണ്ട്. അതെ, ഓക്കെ, അത് നല്ല കാര്യം സാർ. സാറേ, സംഗീതത്തിൽ സാറിനെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള മ്യൂസിഷ്യൻ ആരാണ്? സംഗീതത്തിൽ പഴയകാല സംഗീതജ്ഞരൊക്കെ വളരെയധികം അവരുടെ പാട്ടുകളൊക്കെ വളരെയധികം ഇഷ്ടമാണ്. സാധു കൊച്ചുഞ്ഞുപദേശി, അതുപോലെ JV പീറ്റർ, പിന്നെ മഹാകവി സൈമൺ സാർ, KV സൈമൺ സാറ്, അങ്ങനെ എല്ലാവരുടെയും പാട്ടുകൾ പുതിയ തലമുറ വരുമ്പോൾ പ്ലസന്റ് മേമനയുടെയൊക്കെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ്. അങ്ങനെ അവരുടെയൊക്കെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നും നടത്താറില്ല അല്ലേ? പഴയ പാട്ട് നല്ലതായിരുന്നു, ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അനുഭവങ്ങളിൽ നിന്ന് വരുന്ന പാട്ടുകൾക്ക് എന്നും നമ്മൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ പഴയ പാട്ടുകളായിരുന്നു നല്ലത്, ആത്മാവുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ കുറച്ച് പാട്ടുകളേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തല്ല. ഒരു ദിവസം നമ്മൾ എന്തുമാത്രം പാട്ടാണ് കേൾക്കുന്നത്. അതെ അതെ, പാട്ട് കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, ചെവി പഴുത്തു പോകുന്ന രീതിയിലുള്ള പാട്ടുകൾ ഒരു ദിവസം ഈ മീഡിയയിലൂടെ റിലീസാകുന്നു. അപ്പോൾ നമുക്ക് ഒരു പാട്ടിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പണ്ടുള്ള പാട്ടുകൾക്കുള്ള പ്രത്യേകത ഏതായിരുന്നു? വളരെ ചുരുക്കം പാട്ടുകൾ ഇറങ്ങുന്നുള്ളൂ. ആ പാട്ടുകൾ നമ്മളങ്ങനെ പാടി പാടി അങ്ങനെയാണ് അത് നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാറേ, ഈ കുറച്ച് നേരം സാറിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും സംഗീതത്തിലുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ. അപ്പം ഞങ്ങൾക്ക് വലിയൊരാഗ്രഹം, സാർ ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എല്ലാ താലന്തുകളും സാധ്യതകളും ഒക്കെ ദൈവം തന്നപ്പോൾ ഒരു ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷൻ, സാറ് തീർച്ചയായിട്ടും ഒരു ആൽബം ചെയ്യുന്നു, അല്ലെങ്കിൽ സാറിൻ്റെ സ്വന്തമായി വരികൾ എഴുതി സംഗീതം നൽകി നിങ്ങൾ കുടുംബമായിട്ട് മക്കളുടെയും ഭാര്യയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഒരു നല്ല പാട്ട് ഈ സോഷ്യൽ മീഡിയയിൽ അനേകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലൊരു പാട്ട് ചെയ്യാൻ സാറിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഹാർവസ്റ്റ് ടിവിക്ക് ഈ പ്രോഗ്രാമിൽ കുറച്ച് നേരം ഞങ്ങളുടെ അനുഭവങ്ങളും സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു. ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ സാറിന് എല്ലാവിധ നന്മകളും ഞങ്ങൾ നേരുന്നു. താങ്ക് യു. ഹാർവസ്റ്റ് TV ഒരുക്കിയ പ്രവാസി സംഗീതത്തിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്കും ഒരു അവസരം തന്നതിനായി ദൈവത്തിന് ആദ്യമായി നന്ദി കരയേറ്റുന്നു. അതുപോലെ ഇതിൻ്റെ എല്ലാ സംഘാടകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രവാസി സംഗീതം വളരെ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. അനൂപ് P. മാത്യു സാറിൻ്റെ സംഗീതത്തിലെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാറുള്ളതുപോലെ നിങ്ങൾക്കും ഈ സ്ഥാനത്ത് കടന്നു വരാം, താലന്തുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഹാർവസ്റ്റ് TV ഒരുക്കിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണിത്. നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനുള്ളൊരു അവസരമുണ്ടാകും. ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ സംഗീതത്തിലുള്ള വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.